മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നോമ്പിൻ്റെ 1-ാം ദിനം. നാം എല്ലാവരും പ്രതിജ്ഞകൾ എടുക്കുന്നവരല്ലേ? പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ നാളുകളിൽ ധാരാളം പ്രതിജ്ഞകൾ നാം എടുത്തിട്ടുണ്ട്, എടുക്കുന്നുമുണ്ട്. നന്മകൾ ചെയ്യാമെന്ന് പ്രതിജ്ഞകൾ എടുക്കുകയും അത് വളരെ കുറച്ചു മാത്രം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരല്ലേ നാം? ഈ നോമ്പ് സ്വയം വിലയിരുത്തലിൻ്റെതായ അനുഭവമായി തീരണം. കാണാത്തതിനെ തിരഞ്ഞു ചെല്ലുന്ന ഒരു ഉത്തമ യജമാനൻ്റെ മാത്രം പ്രത്യേകതയാണ്. തിരഞ്ഞു ചെല്ലുക മാത്രമല്ല, വിശ്രമമില്ലാതെ അധ്വാനത്തിലൂടെ അവയെ കണ്ടെത്തി കൂടെ ചേർക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ ഇടയൻ. ക്രിസ്തുവിൻ്റെ ജീവിതമാർഗം നാം ഓർക്കേണ്ടതുണ്ട്. സ്വന്തം ജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു. സ്വർഗം വെടിഞ്ഞ് മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിന് ലോകത്ത് സഞ്ചരിക്കേണ്ടുന്ന വഴികളും സഹിക്കേണ്ടുന്ന വേദനകളും മുന്നമേ വ്യക്തമായിരുന്നു. ഒരു ക്രൂര മൃഗത്തെ വേട്ടയാടും പോലെ മനുഷ്യർ തന്നെ പിന്തുടരുമ്പോഴും ശിഷ്യസമൂഹം ഓടിമറയുമ്പോഴും ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരനെ പോലെ നിൽക്കുമ്പോഴും രക്ഷകൻ്റെ മുമ്പിൽ ലക്ഷ്യമൊന്നു മാത്രം: പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. പ്രിയരെ, ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിലും ഒരു നിറവേറ്റലിൻ്റെ കാലമായിരിക്കണം. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും വായനയ്ക്കും സമയം കണ്ടെത്തുന്നതായിരിക്കണം. പ്രാർത്ഥനയിലൂടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ നോമ്പ് കാലം സഹായിക്കട്ടെ. ആമേൻ.